+2 അക്കൗണ്ടൻസിയുടെ രണ്ടാമത്തെ ചാപ്റ്ററായ അക്കൗണ്ടിംഗ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ്സ് അതിൻ്റെ പാർട്ട് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയുള്ള എല്ലാ ചാപ്റ്ററും അക്കൗണ്ടിംഗ് ഫോർ പാർട്ട്ണർഷിപ്പ്, ഫസ്റ്റത്തേത് ബേസിക് കൺസെപ്റ്റ്, രണ്ടാമത്തേത് അഡ്മിഷൻ, പിന്നീട് റിട്ടയർമെൻറ്റ്, ഡെത്ത്, ഡിസൊല്യൂഷൻ, ഇങ്ങനെ എല്ലാം പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്പെഷ്യൽ ട്രാൻസാക്ഷനുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യാണ്. ആദ്യം നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാം, വേറെ ആരും കൂടെ ഇല്ലാതെ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, ബിസിനസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് 1-2 ആളുകളോ അല്ലെങ്കിൽ 2-ൽ കൂടുതൽ ആളുകൾ കൂടിയിട്ട് ഒരു പാർട്ട്ണർഷിപ്പായിട്ടുള്ള ബിസിനസ് എന്ത് ചെയ്യുക, ചെയ്യാവുന്നതാണ്. അതുപോലെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയായിട്ട് വ്യത്യസ്ത ആളുകളെടുത്ത് നിന്ന് നമുക്കൊന്നും അറിയാത്ത വ്യത്യസ്തമായ ആളുകളൊക്കെ കൂടിയിട്ട് ഒരുപാട് ആളുകളെ വെച്ചിട്ട് ബിസിനസ് ചെയ്യുന്നതിന് നമുക്ക് എന്ത് ചെയ്യുക, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുക. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ ഒരൊറ്റ ആളെ ഓണറായിട്ടുണ്ടാവുള്ളൂ. പാർട്ട്ണർഷിപ്പിൽ 2-ൽ കൂടുതൽ ആളുകളുണ്ടാവും. മാക്സിമം 10, ചില കേസിൽ 20, ചില കേസിൽ 100, മാക്സിമം 100 വരെ പാർട്ട്ണർമാരുണ്ടാവുള്ളൂ. ഇനി 100-ൽ കൂടുതൽ പാർട്ട്നേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് കമ്പനി ആയിട്ടേ ഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഈ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ക്യാപിറ്റൽ ഒരാളാണ് കൊണ്ടുവരിക. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് ക്യാപിറ്റൽ ഉണ്ടാവണമെന്നില്ല. പിന്നെ മാനേജീരിയൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരാൾ തന്നെ ചെയ്ത് തീർക്കൽ ബുദ്ധിമുട്ടായിരിക്കും. ഇത്തരം സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ ലിമിറ്റേഷൻസ് ആണ് പാർട്ട്ണർഷിപ്പ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ടാവാനുള്ള കാരണം. ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്. എ ബിസിനസ് ക്യാൻ ബി ഓർഗനൈസ്ഡ് ആസ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഓർ ആസ് പാർട്ട്ണർഷിപ്പ് ഓർ ആസ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ഒരു ബിസിനസ് എങ്ങനെയൊക്കെ ഓർഗനൈസ് ചെയ്യാം? നമുക്ക് സോൾ പ്രൊപ്പറേറ്ററായിട്ട് ഓർഗനൈസ് ചെയ്യാം, പാർട്ട്ണർഷിപ്പായിട്ട് ഓർഗനൈസ് ചെയ്യാം, അതുപോലെ തന്നെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയായിട്ടും ഓർഗനൈസ് ചെയ്യാം. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതാണ് രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് സഫേഴ്സ് ഫ്രം മെനി ലിമിറ്റേഷൻസ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ധാരാളം ലിമിറ്റേഷൻസുകൾ, പരിമിതികൾ എന്ത് ചെയ്യുന്നുണ്ട്, സഫർ ചെയ്യുന്നുണ്ട്. സച്ച് ആസ് ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റലിൻ്റെ ഷോർട്ടേജ്, കമ്മി, ക്യാപിറ്റൽ കുറവായിരിക്കും, ഒരാൾക്കല്ലേ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ലിമിറ്റഡ് മാനേജീരിയൽ എബിലിറ്റി എല്ലാം കൂടെ ഒരാൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല. പിന്നെ എന്ന് മാത്രമല്ല, എല്ലാ മാനേജീരിയൽ ഫങ്ഷൻസും പിന്നെ ഒരു വ്യക്തി എല്ലാത്തിലും പ്രാവീണ്യം നേടിയ ആളായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ കുറേ പോരായ്മകളുണ്ട്. അടുത്ത പറയുന്നത്, ഇറ്റ് ഈസ് ദ ലിമിറ്റേഷൻ ഓഫ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ദാറ്റ് ലെഡ് ദ ഫോർമേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ ലിമിറ്റേഷൻസ് ആണ് പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യാൻ, രൂപീകരിക്കാനുള്ള ഒരു മെയിൻ പ്രചോദനം എന്ന് പറയാം. അത് നയിക്കാനുള്ള കാരണം സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ ലിമിറ്റേഷൻസ് ആണ് എന്ന്. ഇനി നമ്മൾ നോക്കുന്നത് പാർട്ട്ണർഷിപ്പിൻ്റെ ഡെഫിനിഷനാണ്. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ 2 ആളുകൾ ഒന്നിച്ച് കുറച്ച് റൺ എടുക്കുന്നതിന് പാർട്ട്ണർഷിപ്പ് എന്ന് പറയാറില്ലേ? പക്ഷെ അക്കൗണ്ടൻസിയിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നടത്തിക്കൊണ്ടുപോകുന്ന, കുറച്ച് ആളുകൾ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ബിസിനസ്, അതായത് പ്രോഫിറ്റ് ഷെയർ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ബിസിനസ്, ആ ബിസിനസ്സിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുള്ള റിലേഷൻഷിപ്പിനെയാണ്, അവരുള്ള ബന്ധത്തിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുക. ഈ ബിസിനസ് ചിലപ്പോൾ എല്ലാവരും നടത്തിക്കൊള്ളണമെന്നില്ല. ഒരു 5 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ 2 ആളുകളായിരിക്കും നടത്തുന്നുണ്ടാവുക, ബാക്കി 3 പേര് സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് ആവാം. അപ്പോൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഇങ്ങനെ ബിസിനസ് പ്രോഫിറ്റൊക്കെ ഷെയർ ചെയ്യുന്ന ഇത്തരം ഒരു പരിപാടിയുടെ, ഇത്തരം ഒരു സംഗതിയുടെ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പാർട്ട്ണർ
ആൻഡ് ഫേം എന്നൊരു ഹെഡിങ് ആണ്. പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ട്ണർഷിപ്പിലുള്ള ആളുകളെ ഓരോരുത്തരെയും നമുക്ക് പാർട്ട്ണർ എന്ന് വിളിക്കാം. അവർ രണ്ടാളെയും കൂടെ കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പാർട്ട്ണർഷിപ്പ് ഫേം എന്നും വിളിക്കാം. ഫേം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥാപനം എന്ന് പറയില്ലേ, കമ്പനി എന്ന് പറയാൻ പാടില്ല. കമ്പനി എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ട് പ്രകാരം ഉണ്ടായ സ്ഥാപനങ്ങളെയാണ് കമ്പനി എന്ന് പറയാം. ഓക്കെ, ഒരു കൊമേഴ്സ് സ്റ്റുഡൻറ്റ് ഒരിക്കലും പാർട്ട്ണർഷിപ്പ് സ്ഥാപനങ്ങളെ കമ്പനി എന്ന് വിളിക്കാൻ പാടില്ല. കമ്പനി വേറെ ടേമാണ്, പാർട്ട്ണർഷിപ്പ് സ്ഥാപനങ്ങളെ ഫേം എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, അടുത്തതായിട്ട് ജനറൽ ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പിൻ്റെ പൊതുവായിട്ടുള്ള കുറച്ച് സവിശേഷതകൾ നമുക്ക് ചർച്ച ചെയ്യാം. അതിൽ ഒന്നാമത്തത് നമ്പർ ഓഫ് പേഴ്സൺസ്. ഒരു പാർട്ട്ണർഷിപ്പ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ മിനിമം 2 ആളുകൾ വേണം, 2 വ്യക്തികൾ മിനിമം വേണം. മാക്സിമം അത് ബാങ്കിങ് കമ്പനി ആണെങ്കിൽ 10 ആണ്. വേറെ ഏത് ടൈപ്പ് ബിസിനസ് ആണെങ്കിലും 20 ആണ് എന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റിലൊക്കെ ആദ്യം കാണിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 464 അനുസരിച്ച് 464 അനുസരിച്ച് മാക്സിമം എത്ര ആളുകൾ വരെ പറ്റും, 100 ആളുകൾ വരെ പാർട്ട്ണർഷിപ്പായിട്ട് ചെയ്യാൻ പറ്റും. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ സെക്ഷൻ 464 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100-ൽ കൂടുതൽ ആളുകളെ വെച്ചിട്ടുള്ള ഏതൊരു അസോസിയേഷൻ ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമിനെ ഇല്ലീഗലായിട്ടാണ് എന്ത് ചെയ്യുക, പരിഗണിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 100ൻ്റെ മേലെ എന്ത് ചെയ്യാൻ പാടില്ല, പാർട്ട്ണർഷിപ്പിൽ ആളുകൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. 10, 20 എന്നൊക്കെ സെപ്പറേറ്റ് ഡിസ്കഷൻ ഉണ്ടെങ്കിലും നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ്, ബാങ്കിങ് കമ്പനി അല്ലാത്തടത്ത് 100 ആളുകൾ കൂടുതലുള്ള ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റൂല, പാർട്ട്നേഴ്സുള്ള ബിസിനസ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ 100-ൽ കൂടുതൽ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് അല്ല, അതിനെ നമ്മൾ കമ്പനി ആയിട്ട് എന്ത് ചെയ്യുക, ഫോം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത അതായത് രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫീച്ചേഴ്സിലെ രണ്ടാമത്തത് അത് അഗ്രിമെൻ്റ് ആണ്. ഒരു പാർട്ട്ണർഷിപ്പ് നമ്മൾ ഫോം ചെയ്യുമ്പം ജസ്റ്റ് എന്ത് ചെയ്യില്ല, ഒരു കരാറൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ഫോം ചെയ്യുക. ഇത്തരം പാർട്ട്ണർഷിപ്പ് ഒന്നെങ്കിൽ നമ്മൾ ഓറൽ അഗ്രിമെൻ്റ് ആയിരിക്കും, നമ്മൾ സംസാരിച്ച് വാക്കാലുള്ള അഗ്രിമെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അഗ്രിമെൻ്റ് കറക്റ്റ് ഡോക്യുമെൻ്റ് ചെയ്തിട്ട് റിട്ടൺ അഗ്രിമെൻ്റ് ആവാം. ഒന്നെങ്കിൽ വാക്കാലുള്ള അഗ്രിമെൻ്റ് ആവാം, അല്ലെങ്കിൽ റിട്ടൺ അഗ്രിമെൻ്റ് ആവാം. എന്ത് തന്നെയായാലും പാർട്ട്ണർഷിപ്പിൽ അഗ്രിമെൻ്റ് കറക്റ്റായിട്ടുണ്ടാവും. അത് വ്യത്യസ്ത കാര്യങ്ങളായിരിക്കും. എത്ര ഷെയർ, പ്രോഫിറ്റ് എങ്ങനെ എടുക്കൽ, എങ്ങനെയാണ് ബിസിനസ്, ആരാണ് ബിസിനസ് നടത്തിക്കൊണ്ടുപോവേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അഗ്രിമെൻറ്റിൽ ഉണ്ടാവുക. മൂന്നാമത്തെ ഫീച്ചർ, പാർട്ട്ണർഷിപ്പ് ഷുഡ് ബി ഫോംഡ് ഓൺലി ടു കണ്ടക്ട് എ ലോഫുൾ ബിസിനസ്. നിയമപരമായിട്ടുള്ള ബിസിനസ് ചെയ്യാൻ വേണ്ടി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അത് ഏത് ബിസിനസ് ആയാലും നിയമപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുള്ളൂ, പാർട്ട്ണർഷിപ്പായിട്ട് പരിഗണിക്കുള്ളൂ. ഇത് അഗ്രിമെൻ്റ് ഒക്കെ വെക്കുന്നതുകൊണ്ട് നിയമപരമായിട്ടുള്ള അല്ലാത്ത ബിസിനസ്സിന് അഗ്രിമെൻ്റ് വെച്ചാൽ അത്തരം അഗ്രിമെൻ്റ് എന്തല്ല, വാലിഡ് അല്ല. അതുകൊണ്ട് തന്നെ അത് കോൺട്രാക്റ്റ് ആവില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പം മൂന്നാമത്തത് ലോഫുൾ ബിസിനസ്സാണ്. പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യും എന്നുള്ളതാണ് അടുത്ത ഫീച്ചർ പറയുന്നത്. അതായത് എന്താണോ അവർ ചെയ്തിട്ടുള്ള, അവർ ഏത് റേഷ്യോയിലാണോ അവർ ഷെയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശിച്ചിട്ടുള്ളത്, അവർ അഗ്രി ചെയ്തിട്ടുള്ളത്, ആ റേഷ്യോയിൽ അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യും എന്നുള്ളതാണ്. അതായത് ഇത് ചിലപ്പം 50-50 ആയിരിക്കും. ചിലപ്പം ഒരാൾക്ക് 75%, മറ്റൊരാൾ 25%. അപ്പോൾ എന്ത് റേഷ്യോ ആണ് അവർ പറയുന്നത്, ചിലപ്പോൾ 40-60 ആവാം. ഇങ്ങനെ വ്യത്യസ്തമായ റേഷ്യോയിൽ എന്ത് ചെയ്യും, അഗ്രി ചെയ്ത റേഷ്യോയിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു ഫീച്ചർ. അടുത്തത് അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. അൺലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ പാർട്ട്നേഴ്സിൻ്റെ ഇടയിലുള്ള ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ജോയിൻ്റ്ലി ആൻഡ് സെവറലി ആണ്. അത് രണ്ടും പറയാം. ഒരു ബിസിനസ് എന്തെങ്കിലും ആർക്കെങ്കിലും കുറച്ച് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് ആ ബിസിനസ്സിൽ നിന്ന് പൈസ എടുത്തു കൊടുക്കണം.
എന്നിട്ടും പൂർണ്ണമായിട്ട് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ബിസിനസ് പിരിച്ചുവിടുന്നൊക്കെ ഘട്ടങ്ങളിൽ അങ്ങനെയാണെങ്കിൽ പാർട്ട്നേഴ്സ് ഓരോരുത്തരും അവരവരുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യണം, എടുത്ത് കൊടുക്കണം എന്നുള്ളതാണ്. ഇനി ജോയിൻ്റ്ലി ആൻഡ് സെവർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു 10 ലക്ഷം രൂപ കൊടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് വ്യത്യസ്ത പാർട്ട്നേഴ്സിൽ ആരെങ്കിലും ഒരാൾ കൊടുത്താലും മതി, അതല്ല ഇനി എല്ലാവരും കൂടി കൊടുത്താലും മതി. സെവറലി ആയിട്ടും ജോയിൻ്റ് ആയിട്ടും എന്താണ്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ലയബിൾ ആണ് എന്നുള്ളതാണ്. കനോട്ട് ട്രാൻസ്ഫർ ഇൻട്രസ്റ്റ്, അതാണ് അടുത്ത ഫീച്ചർ. അതായത് എൻ്റെ അടുത്തൊരു ഷെയർ ഉണ്ട്, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ എനിക്ക് ഷെയർ ഉണ്ട്. എനിക്ക് ആ ഷെയർ വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ലേ? കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ വേറെ എത്ര പാർട്ട്നേഴ്സ് ആ ബിസിനസ്സിലുണ്ടോ അവരുടെ ഒക്കെ സമ്മതത്തോടു കൂടെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഷെയർ കൊടുക്കാൻ പാടുള്ളൂ. എന്നാൽ കമ്പനികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, പബ്ലിക് കമ്പനീൻ്റെ കേസിലൊക്കെ മറ്റുള്ള ആളുകളുടെ അനുമതിയൊന്നും തേടണ്ട. നമ്മളെ ഷെയർ നമുക്ക് വേറെ ആളുകൾക്ക് എന്ത് ചെയ്യാം, വിൽക്കാം. അത് കമ്പനിനെ ജസ്റ്റ് ഞാൻ വിറ്റിട്ടുണ്ട് എന്ന് അറിയിച്ചാൽ മതി. പാർട്ട്ണർഷിപ്പിൻ്റെ കേസിലോ എൻ്റെ അടുത്തുള്ള ഷെയർ ഞാൻ വേറൊരാൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മറ്റുള്ള പാർട്ട്നേഴ്സിൻ്റെയും കൂടെ സമ്മതം കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ കോൺസെൻറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ. അല്ലാത്ത പക്ഷം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂല. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണ് നമുക്ക് നോക്കാം. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ ഒരു റിട്ടൺ അഗ്രിമെൻ്റ് ആണ്. ഈ റിട്ടൺ അഗ്രിമെൻറ്റിൽ എന്തൊക്കെ ടേംസുകൾ ഉണ്ടാവും? ഒരുപാട് ടേംസും കണ്ടീഷനും ഉണ്ടാവും. പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള ടേംസും കണ്ടീഷൻസും നിയമങ്ങളും നമ്മുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം എഴുതുന്ന ഒരു റിട്ടൺ അഗ്രിമെൻറ്റിനാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്നും വിളിക്കാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ പ്രോഫിറ്റ് ഇന്ന രീതിയിൽ ഷെയർ ചെയ്യും, ഇത്ര രൂപയാണ് ക്യാപിറ്റൽ കൊണ്ടുവരിക, ഇത്ര പാർട്ട്നേഴ്സാണ് ഉണ്ടാവുക, വർക്കിംഗ് പാർട്ട്ണറിന് സാലറി ഉണ്ടാവോ ഇല്ലേ, ഇങ്ങനെയുള്ള ടേംസും കണ്ടീഷൻസും ഒക്കെ എഴുതുന്നതിനെയാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എന്തെല്ലാം ഡാറ്റകൾ ഉണ്ടാവും, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിലെ കണ്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. സ്ഥാപനത്തിൻ്റെ പേരുണ്ടാവും, പാർട്ട്നേഴ്സിൻ്റെ നെയിമും അഡ്രസ്സും ഉണ്ടാവും, എത്ര ക്യാപിറ്റലാണ് ഓരോ പാർട്ട്നേഴ്സും കൊണ്ടുവരുന്നതെന്നുണ്ടാവും, ഏത് തരം ബിസിനസ്സാണ് ചെയ്യുന്നത്, ഹോൾസെയിലാണോ, ട്രേഡിംഗ് ആണോ, എന്തെങ്കിലും സർവീസസ് പ്രൊവൈഡ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുകയാണോ, ഇങ്ങനെ എന്ത് ടൈപ്പ് ഓഫ് ബിസിനസ്സാണ് അവർ ചെയ്യുന്നതെന്നുണ്ടാവും, ആ ബിസിനസ്സിൻ്റെ പ്ലേസ്, സ്ഥലം എവിടെയെന്നുണ്ടാവും, എന്നാണ് അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഡേറ്റ് ഉണ്ടാവും, എത്ര കാലത്തേക്കാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും, അതായത് ഡ്യൂറേഷൻ. ചില സന്ദർഭങ്ങളിൽ ഒരു പാലം ഉണ്ടാക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാലം ഉണ്ടാക്കുന്നത് വരെ എന്നുള്ള രീതിയിൽ അങ്ങനെ ഡ്യൂറേഷൻ ചില സന്ദർഭങ്ങളിലുണ്ടാവും, ചില സന്ദർഭങ്ങളിൽ ഡ്യൂറേഷൻ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പിന്നെ പാർട്ട്നേഴ്സ് ഏത് രീതിയിലാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുക എന്നുള്ളത്, അതിന് റേഷ്യോ എത്രയെന്ന്, അതായത് 50-50 ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റേഷ്യോ ആണോ, 50%, പിന്നെ വേറെ ആളുകൾ 30%, വേറെ ആളുകൾ 20%, ഇങ്ങനെ വ്യത്യസ്ത പാർട്ട്നേഴ്സ് വ്യത്യസ്തമായ റേഷ്യോയിലായിരിക്കും ഷെയർ ചെയ്യുക. അപ്പോൾ എത്ര ശതമാനമാണ് ഓരോരുത്തർക്കുള്ള പ്രോഫിറ്റിൻ്റെ വിഹിതം കൊടുക്കുക എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ഉണ്ടാവും. പിന്നെ ഏത് രീതിയിലാണ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നുണ്ടാവും, അതായത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. അതുപോലെ ഓരോ പാർട്ട്ണറിനും അവർക്ക് എന്തൊക്കെ റൈറ്റുകളുണ്ട്, അവകാശങ്ങളുണ്ട്, അവരെന്തൊക്കെ ഡ്യൂട്ടീസും ബാധ്യതകളും ഉണ്ട്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അതിൽ മെൻഷൻ ചെയ്യും. അതുപോലെ ഒരു പാർട്ട്ണറിനെ പുതുതായിട്ട് അഡ്മിറ്റ് ചെയ്യുമ്പോഴുള്ള റൂൾസ് എന്താണ്, ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നിയമങ്ങൾ, ഒരു പാർട്ട്ണർ ഡെത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ എന്ത് രീതിയിലാണ് അവരുടെ അക്കൗണ്ട്സും കാര്യങ്ങളും ചെയ്യേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് നിയമങ്ങളുണ്ടാവും. പിന്നെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ഏത് രീതിയിലാണ് ഡിസ്പ്യൂട്ട് സെറ്റ് ചെയ്യേണ്ടത്, അത് തന്നെ കോടതിയാണോ, അതല്ല പിന്നെ നമ്മുടെ ആർബിട്രേറ്റർ വഴി എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണോ, ഏത് രീതിയിലാണ് അതിനെ ഡിസ്പ്യൂട്ടുകളൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ മാറ്റർ ഉണ്ട്, ഇനി ഇൻക്ലൂഡ് ചെയ്യണമെന്നൊന്നുമില്ല, നമുക്ക് ഇതിലെ ചിലത് ഇൻക്ലൂഡ് ചെയ്യാം, ചിലത് ഇൻക്ലൂഡ് ചെയ്യാതിരിക്കാം. ഇനി ഇതല്ലാത്ത വല്ല മാറ്ററും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത്തരം മാറ്ററുകളും കൊണ്ടുവരാം. അപ്പോൾ ഇതോടുകൂടെ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ടോപ്പിക്ക് അവസാനിപ്പിക്കുകയാണ്.
കൃത്യമായിട്ട് ഇതിലെല്ലാ നോട്ടുകളും കൃത്യമായിട്ട് എഴുതി എനിക്ക് സെൻഡ് ചെയ്ത് തരിക, വാട്സപ്പ് ത്രൂ സെൻഡ് ചെയ്ത് തരിക. തൽക്കാലം ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഗുഡ് ബൈ.